അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന മസ്അല നായ തൊട്ടാൽ നജസാകും, നജസായാൽ എന്തു ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള മസ്അലയാണ്. പല പ്രാവശ്യം വീഡിയോയിൽ ഞാൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ പല ആളുകളും പിന്നെയും ചോദിക്കുന്നത് കൊണ്ട് ആ മസ്അല പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നായ പോറ്റാൻ പാടില്ല എന്ന് ഹദീസുകളിൽ വന്ന വിഷയമാണ്. കൃഷി കാക്കാൻ വേണ്ടിയിട്ടോ സമ്പത്ത് കാക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ വല്ല ആവശ്യമുണ്ടെങ്കിൽ പോറ്റാം, അല്ല എങ്കിൽ പോറ്റാൻ പാടില്ല എന്ന് മസല കാണാം. ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി സൂറത്തുൻ വഖൽബുൻ. നായുള്ള വീട്ടിലോ അല്ലെങ്കിൽ ഫോട്ടോകൾ ഉള്ളതായ വീട്ടിലോ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന ഹദീസ് കാണാം. ഏതായാലും മഴക്കാലത്തായതുകൊണ്ട് നായ്ക്കളുടെ ശല്യങ്ങൾ കൂടുതലാണ്. അത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി വീട്ടിൻ്റെ സിറ്റൗട്ടുകളിലും മദ്രസ മുറ്റത്തും പള്ളിയുടെ ഉള്ളിലേക്കും പ്രവേശിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അങ്ങനെ നജസായാൽ എന്തു ചെയ്യണം എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അറിയുന്ന മസലയാണ്. ഫിഖഹിൻ്റെ എല്ലാ കിതാബുകളിലും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നായ കൊണ്ട് നജസായി കഴിഞ്ഞാൽ അതിനെ 7 പ്രാവശ്യം കഴുകണം. അത് കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്താൽ അതിനെ നീക്കിയതിൻ്റെ ശേഷം 7 പ്രാവശ്യം കഴുകണം. 1 പ്രാവശ്യം മണ്ണ് കലക്കിയതായ വെള്ളമായിരിക്കണം, മണ്ണിടാൻ പാടില്ല. ആ നജസ് നായ കൊണ്ട് നജസായ പ്ലേസിലേക്ക് മണ്ണ് ഇടലല്ല, മറിച്ച് ആ മണ്ണിനെ വെള്ളത്തിലിട്ട് കലക്കി ആ കലക്കിയ മണ്ണ് കൊണ്ട് കലക്കിയ വെള്ളത്തിനെയാണ് ആ സ്ഥലത്തിലേക്ക് ഒഴിക്കേണ്ടത്. ചില ആളുകൾക്ക് അതറിയില്ല. നായ ചവിട്ടിയ സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ നായ കടന്ന സ്ഥലത്തിലേക്ക് അവിടെ മണ്ണ് ഇട്ടാൽ മതിയാവൂല, മറിച്ച് ആ മണ്ണിനെ ബക്കറ്റിലേക്ക് ഇട്ട് ആ മണ്ണിനെ വെള്ളത്തിൽ കലക്കി ആ വെള്ളമാണ് അവിടെ ഒഴിക്കേണ്ടത്. അത് ചില ആളുകൾക്കറിയില്ല. ഒരു കാര്യം അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു കാര്യം, അവിടെ മൂത്രമോ കാഷ്ടമോ ഉണ്ട് എങ്കിൽ അതിനെ നീക്കിയതിൻ്റെ ശേഷം 7 പ്രാവശ്യം കഴുകണം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം അവിടെ മനസ്സിലാക്കാനുള്ളത്, പള്ളിയിലാകട്ടെ അല്ലെങ്കിൽ സിറ്റൗട്ടിലാകട്ടെ എവിടെയാകട്ടെ, നായ കടന്നിട്ടുണ്ടെങ്കിൽ ആ നായൻ്റെ രോമങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ അവിടെ ആ രോമങ്ങളെ അടിച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷം മണ്ണിട്ടിട്ട് അവിടെ കഴുകണം. ഇത് അധികം ആൾക്കാരും ശ്രദ്ധിക്കലില്ല. സിറ്റൗട്ടിൽ നായ വന്നിട്ടുണ്ട് കിടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മണ്ണിട്ടിട്ട് വെള്ളം ഒഴിച്ചു വിടലാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ നിങ്ങൾ വെള്ളം ഒഴിച്ചു വിട്ടാലും അല്ലെങ്കിൽ മണ്ണിട്ട് കഴുകിയാലും പിന്നെയും അവിടെ രോമം ബാക്കിയുണ്ടെങ്കിൽ ആ സിറ്റൗട്ട് പിന്നെയും അശുദ്ധിയാണ്, അത് ശുദ്ധിയാവുകയില്ല. അതുകൊണ്ട് നായ കിടന്നിട്ടുള്ള പ്ലേസിനെ ഒന്ന് അടിക്കണം. അടിച്ചിട്ട് അതിൻ്റെ രോമങ്ങളൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ട് എന്ന് ഉറപ്പി വരുത്തിയതിൻ്റെ ശേഷം 7 പ്രാവശ്യം കഴുകണം. ഇക്കാര്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്നല്ലാതെ നായ അവിടെ കിടന്ന സ്ഥലത്തിലേക്ക് അതിൻ്റെ രോമങ്ങളൊക്കെ ഉണ്ടായാൽ പിന്നെ അവിടെ എത്ര വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ രോമം ബാക്കി ആയിട്ടുണ്ട് എങ്കിൽ നീ കഴുകിയാൽ അത് പിന്നെയും അവിടെ നജസായിട്ട് തന്നെ ബാക്കിയാകും. ഇക്കാര്യം വളരെയേറെ മനസ്സിലാക്കണം. ഫിഖഹിൻ്റെ എല്ലാ മസലകളിൽ കാണാം നായ പോലോത്തത് കൊണ്ട് നജസായത് ശുദ്ധിയാവുകയില്ല. നജസിന്റെ തടി നീങ്ങിയതിൻ്റെ ശേഷം രോമമായാലും അല്ലെങ്കിൽ മൂത്രമായാലും കാഷ്ടമായാലും അത് നീങ്ങിയതിൻ്റെ ശേഷം 7 പ്രാവശ്യം കഴുകണം. തയമ്മുമിനിക്ക് പറ്റുന്ന ആ മണ്ണ് കൊണ്ട് 7 പ്രാവശ്യം കഴുകണം. ആ മണ്ണ് കൊണ്ട് 1 പ്രാവശ്യം കഴുകണം. ബാക്കി 6 പ്രാവശ്യം വെള്ളം കൊണ്ട് കഴുകണം. അതായത് വെള്ളത്തിലേക്കിട്ട് മണ്ണിനെ കലക്കിയിട്ട് ആ കലക്കിയ വെള്ളത്തിനെ നജസായ എല്ലാ പ്ലേസിലേക്കും എന്താക്കണം, ഒഴിച്ചു കൊടുക്കണം എന്നുള്ളതാണ്.
എന്നല്ലാതെ അവിടെ മണ്ണിട്ട് ആ മണ്ണിന്റെ മേൽക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ഇങ്ങനെ ആക്കിയാൽ മതി. അങ്ങനെ കഴുകിയാലും ശുദ്ധിയാകും, മതിയാകും. പക്ഷെ അങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വെള്ളത്തിലേക്ക് മണ്ണിട്ട് കലക്കി ആ വെള്ളത്തിനെ ഒഴിച്ചാൽ എന്താകും? ആ മണ്ണ് കൊണ്ട് കഴുകിയതിൻ്റെ സ്ഥാനത്ത് തന്നെയാണത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യാൻ. എന്നല്ലാതെ ഇടണമെന്നല്ല മസല. മണ്ണ് കൊണ്ട് വെള്ളത്തിനെ കലക്കി ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഇക്കാര്യം വളരെ മനസ്സിലാക്കണം. ചില മുജാഹിദുകളായ ആളുകൾ, ചില സലഫികളായ ആളുകൾ, ആ ആളുകൾ അവർ എന്താക്കുന്നുണ്ട്? നായ നജസ്സല്ല, 7 പ്രാവശ്യം കഴുകിയാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് എന്നോട് പറഞ്ഞതായി തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. സലഫിയായ ഒരാളുടെ വീട്ടിലേക്ക് നായ കയറി, സിറ്റൗട്ടിലേക്ക് നായ കയറി. ഞാൻ പറഞ്ഞു, നായ കയറിയാൽ നിങ്ങൾ നിസ്കാരത്തിനൊക്കെ നജസാകുമല്ലോ, വീടിന്റെ ഉള്ളൊക്കെ നജസാകുമല്ലോ, അതുമായിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകാത്ത ഒരു അവസ്ഥ വരുന്നുണ്ടല്ലോ എന്ന് ആ സലഫിനോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നായ നജസ്സൊന്നുമല്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു വളരെ അത്ഭുതകരമായ അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഒരു ഇസ്ലാമിനോട് വൈരുദ്ധ്യമായിട്ട് പറയുന്ന വാക്കുകളാണ്. നോക്കൂ നിങ്ങൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഹൂറു ഇനായി അഹദിക്കും, നിങ്ങളിൽ നിന്നുള്ള ഒരാളുടെ പാത്രം ശുദ്ധിയാക്കുന്നത് ഇദാ വലഗൽ ഖൽബു ഫീഹി, നായ ഒരു പാത്രത്തിൽ ബായിട്ടാൽ ആ പാത്രത്തിനെ ശുദ്ധിയാക്കുന്നത് ആ വെള്ളത്തിനെ നീക്കിയതിന്റെ ശേഷം, ഒഴിച്ചു കളഞ്ഞതിന്റെ ശേഷം, ആ പാത്രത്തിനെ 7 പ്രാവശ്യം കഴുകണം. ഒന്നാമത്തെ പ്രാവശ്യം മണ്ണ് കൊണ്ടായിരിക്കണം എന്ന് വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഉണ്ടായിരിക്കെ, അത്തരം ഇസ്ലാമിനോടുള്ള ധിക്കാരങ്ങളും വൈരാഗ്യങ്ങളും കാണിക്കുന്ന ചില ആളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കണം. ഇവിടെ വളരെ അധികം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. സിട്ടൗട്ടിലേക്ക് നായ എന്ന് പറഞ്ഞാൽ, നായ കൊണ്ട് നജസാവുക, പന്നി കൊണ്ട് നജസാവുക എന്ന് പറഞ്ഞാൽ അത് മുഗല്ലലായ നജസ് എന്നാണ് കിതാബുകളിൽ കാണുക. മുഗല്ലലായ നജസ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ കടുപ്പമേറിയ നജസ്. അതുകൊണ്ട് സിട്ടൗട്ട് ചില ആളുകൾ 10-40 ലക്ഷത്തിന്റെയും 50 ലക്ഷത്തിന്റെയും 70 ലക്ഷത്തിന്റെയും 1 കോടി വരെ വീടുണ്ടാക്കി നിർമ്മിക്കുന്നു. പക്ഷേ സിട്ടൗട്ടിലേക്ക് അല്ലെങ്കിൽ സ്റ്റെപ്പിലേക്ക് നായ വരാത്തതുപോലെ ഭദ്രമാക്കുന്നില്ല എന്നുള്ളത് ഒരു ഖേദകരം തന്നെയാണ്. കാരണം എല്ലാ സമയത്തും ഞങ്ങൾ നിസ്കരിക്കുന്നവരാണ്, അതുപോലെ തന്നെ ഖുർആൻ ഓതുന്നവരാണ്. വീടിന്റെ ഉള്ളു ശുദ്ധിയായിരിക്കണം, മണത്താ പോലെ. എത്ര നിലക്കുള്ള മണം ഉണ്ടായാലും, എത്ര നിലക്ക് ക്ലീൻ ഉണ്ടായാലും, ആ നായ കൊണ്ട് ചവിട്ടിയത് നജസായി ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിന്റെ ഉള്ളൊക്കെയും മണ്ണിട്ട് കഴുകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കോടികളും അതുപോലെ തന്നെ ലക്ഷങ്ങളും വീടുണ്ടാക്കി നിർമ്മിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായി ചെയ്യേണ്ടത് നിന്റെ വീട്ടിലേക്ക്, നിന്റെ സിട്ടൗട്ടിലേക്ക് നായ വരാത്തതുപോലെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പദ്ധതി നീ ഉണ്ടാക്കണം. അതാണ് വേണ്ടത്. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലും ചിന്തയിലും ഉണ്ടാകേണ്ടത്. കാരണം മുഅ്മിനായ മനുഷ്യനിക്ക് ദുനിയാവല്ല ശാശ്വതം, മറിച്ച് പരലോകമാണ്. അതുകൊണ്ട് എല്ലാ സമയത്തും ളുഹ്റായാൽ അസ്റിന്റെ ചിന്ത, അസ്റായാൽ മഗ്രിബിന്റെ ചിന്ത, മഗ്രിബായാൽ ഇശാഇന്റെ ചിന്ത, ഇശായാൽ സുബഹിന്റെ ചിന്ത. ഈ നിലക്ക് എല്ലാ സമയത്തും ശുദ്ധി എന്നുള്ളത് ഇത് ഇസ്ലാം അംഗീകരിച്ചതാണ്, അത് കൽപ്പിച്ചതുമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പള്ളികൾ നിർമ്മിക്കുന്നു. പള്ളികൾ എന്ന് പറഞ്ഞാൽ സുന്ദരമായ പള്ളികൾ, സുന്ദരമായ മിനാരങ്ങൾ, അതുപോലെ തന്നെ സുന്ദരമായ പള്ളിന്റെ ആ ചുറ്റുപാടുകൾ, അതുപോലെ തന്നെ കോടികൾ ചെലവാക്കി പള്ളികൾ നിർമ്മിക്കുന്നു. പള്ളിന്റെ ഉള്ളിൽ നല്ല VIP ശൈലിയിലുള്ള നല്ല നിലക്കുള്ള ഫർണിച്ചറുകളും, അതുപോലെ തന്നെ ലൈറ്റുകളും, അതുപോലെ തന്നെ സുന്ദരമായ മെമ്പറുകളും, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വില വരുന്ന ഒരുപാട് അതിന്റെ പാർട്സുകളും, അതുപോലെ തന്നെ AC-കളും ഒക്കെ ഗ്ലാസ് ഫിട്ടാക്കി നിർമ്മിക്കുന്നവരോടൊക്കെയും എനിക്ക് പറയാനുള്ളത്, അതേപോലെ തന്നെ പള്ളിയുടെ കാമ്പൗണ്ടിന്റെ ഗേറ്റുകൾക്കൊക്കെ നോക്കിയാൽ വളരെ VIP ആണ്. 24 മണിക്കൂറും ലൈറ്റുകൾ അനാവശ്യമായി ചെലവഴിക്കുന്ന ഒരുപാട് കമ്മിറ്റി ഭാരവാഹികളുണ്ട്. ഇതൊക്കെയും ആഖിറത്തിൽ മറുപടി പറയാം. പള്ളി എന്ന് പറഞ്ഞിട്ട് ഹിസാബ് എടുക്കുക എന്നുള്ളത് അത് ഇല്ലാതെയാവുകയില്ല. പള്ളി കമ്മിറ്റിക്കാരോടും പള്ളിന്റെ നേതൃത്വം കൊടുക്കുന്നവരോടും സുആലും ഹിസാബ് ഉണ്ടാകും. പള്ളിന്റെ ആവശ്യത്തിന്
നിസ്കാരത്തിന് വേണ്ടി മാത്രമേ ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റൂ. എന്നല്ലാതെ മഗ്‌രിബിന്റെ സമയത്തും സുബഹി ഫജ്ർ വരെ അത് കഴിഞ്ഞിട്ടും പല സ്ഥലങ്ങളിൽ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്ന അനാവശ്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഹിസാബ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം സൗകര്യങ്ങൾ ഒരുക്കുന്ന പള്ളി കമ്മിറ്റികളോടും പള്ളിക്കാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പള്ളിന്റെ ഉള്ളിലേക്ക്, അതുപോലെ തന്നെ പള്ളിന്റെ സിറ്റ് ഔട്ടിലേക്ക്, പള്ളിന്റെ സ്റ്റെപ്പിലേക്ക്, ഹൗലിന്റെ ഭാഗത്തിലേക്ക് നായ വരാത്തതുപോലെയുള്ള ഭദ്രത നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ ലക്ഷങ്ങൾ ചെലവാക്കി എന്താ കാര്യമുള്ളത്? അത് ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെയും വേണം. അതിനേക്കാളും പ്രധാനം ഒരു അമല് സഹിയാവുക, നിസ്കാരം സഹിയാവുക, പള്ളിന്റെ ഉള്ളിൽ ശുദ്ധിയാവുക. സുബ്ഹാനല്ലാഹ്, പള്ളിന്റെ ഉള്ളിലേക്ക് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ ശുദ്ധിയാക്കാം, കാണാതെ വന്നാൽ ആ നായ കൊണ്ട് നജസായത് അതിലേക്ക് എല്ലാവരും ഉളു എടുത്ത് ചവിട്ടി അത് പള്ളിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയാൽ നിങ്ങൾ പള്ളിക്ക് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് എന്താ കാര്യമുള്ളത്? നജസായില്ല പള്ളി. ആരാണ് ഉത്തരവാദി പറയേണ്ടത്? കമ്മിറ്റി ഭാരവാഹികളല്ലേ, കമ്മിറ്റി നേതാക്കന്മാരല്ലേ, അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടവരല്ലേ. അതുകൊണ്ട് നിങ്ങൾ കോടിക്കണക്കിന് ചെലവാക്കുന്നുണ്ട് എങ്കിലും അതാക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നായ കടക്കാത്തതുപോലെയുള്ള ഭദ്രത നിങ്ങൾ ആദ്യം ഇത് ചെയ്യണം. അതുപോലെ തന്നെ മദ്രസ ആയാലും ഇൽമിന്റെ കേന്ദ്രമാണ്. കുട്ടികൾ മദ്രസന്റെ സിറ്റൗട്ടിൽ നായ കയറി അതിനെ കഴുകാതെ അങ്ങനെ തന്നെ വിട്ടാൽ ഉത്തരവാദിത്തം പറയേണ്ടി വരും. അത് എവിടെ കടന്നാലും സിറ്റൗട്ടിൽ